ഇന്നത്തെ യാത്രയെ ബസ്സിലാട്ടോ. വണ്ടി എടുക്കടി എന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊന്നും വല്ലാത്ത മടി. എന്നാൽ ഞാൻ എൻ്റെ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കാണെങ്കിൽ പേടിയും. ഇനി ഞാനങ്ങനെ വല്ല തോട്ടിലോ പുഴയിലോ കൊണ്ടിട്ടാലോ എന്നുള്ള പേടിയുണ്ടാവും. ഇന്നത്തെ പോക്കെല്ലാം അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ. അതെന്താ അവൾക്ക് ഒറ്റയ്ക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കണ്ട. വിക്രമാദിത്യ ഉണ്ടെങ്കിൽ അവിടെ വേതാളം ഉണ്ടാവുമല്ലോ. വയസ്സായതുകൊണ്ട് അത്ര കണ്ണിന് തീരെ കാഴ്ചയില്ലാന്ന്. എൻ്റെ അല്ല അവളുടെ. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയതാ. കൂടെ അല്ലറ ചില്ലറ കുറച്ച് പർച്ചേസിങ്ങും. എനിക്കാണെങ്കിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയായിക്കണോ. കുറേ കടകൾ കയറാനുള്ളതുകൊണ്ട് തന്നെ നടന്ന് കാല് വേദനിക്കാൻ തുടങ്ങിയിട്ടോ. അടുത്ത യാത്ര ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് മാറ്റാനായിരുന്നു. കടയിലേക്ക് കയറി വഴിക്കാൻ അവൻ ചോദിച്ചു ഇന്ന് വ്ളോഗൊന്നും ഇല്ലേന്ന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ അവരെയും കൊണ്ടിട്ടു. ഞാനിങ്ങനെ കഥ പറയുമ്പോഴേ ഇങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബോറടി ഫീൽ ചെയ്തിട്ടുണ്ടോ? കണ്ടന്റ് ഉണ്ടാക്കി പറയണതാണെന്ന് തോന്നിയിട്ടുണ്ടോ? എൻ്റെ ഓരോ വ്ളോഗും ഒന്നുകിൽ അന്നത്തെ ദിവസം നടക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഇന്നെന്നെ കണ്ടപ്പോൾ ഒരാൾ അങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചു. എന്തേലും ആവട്ടെ. ഞാൻ എൻ്റെ സ്കൂട്ടി വാങ്ങിയിട്ടേ ഒരു 4 വർഷമൊക്കെ കാണും കേട്ടോ. താക്കോലിൻ്റെ കയ്യിൽ തന്ന പോലെ തന്നെ എന്നെ ഏൽപ്പിച്ച 2 കാര്യങ്ങളുണ്ട്. ഒന്ന് മല്ലിമുളകും പൊടിക്കാൻ പോക്കും, പിന്നൊന്ന് റേഷൻ കടയിൽ പോക്കും. അതുവരെ ഇതൊക്കെ ചെയ്തിരുന്ന് പനിക്കാനും പിന്നെ മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല. ഒരുവിധം എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആവില്ലേ. ഇന്നത്തെ യാത്രകളും കഥകളും ഒക്കെ ഇവിടെ കഴിയാട്ടോ. പുതിയ വിശേഷങ്ങളും കഥകളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വരണ്ടേ.